1939 സെപ്റ്റംബർ 1 ഒരൊറ്റ വെടിവെച്ചിൽ ലോകം മുഴുവൻ കത്തിയമർന്നു. പക്ഷേ ഈ മഹായുദ്ധം യഥാർത്ഥത്തിൽ തുടങ്ങിയത് അന്ന് ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിച്ചപ്പോഴല്ല. അതിനും 20 വർഷം മുൻപ് അടച്ചിട്ട ഒരു മുറിയിലിരുന്ന് എഴുതപ്പെട്ട ഒരു കരാറിലൂടെയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ലോകം കരുതി ഇനിയൊരു യുദ്ധം ഉണ്ടാകില്ല എന്ന്. സമാധാനത്തിന്റെ പുതിയ യുഗം എന്ന് വിളിപ്പേരുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ലോകം പ്രതീക്ഷയോടെ നോക്കി. പക്ഷേ കൃത്യം 20 വർഷം കൊണ്ട് അന്നുണ്ടാക്കിയ അതേ സമാധാന കരാറുകൾ ലോകത്തിലെ ഏറ്റവും ദാരുണമായ രക്തച്ചൊരിച്ചിലിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ തിരിച്ചടിച്ച് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്? ആഗോള സാമ്പത്തിക തകർച്ചയും തകർന്നു വീണ ജനാധിപത്യങ്ങളും അന്ധമായ ദേശീയതയും ചേർന്ന് ഒരുക്കിയ ആ ദുരന്ത നാടകം എന്തായിരുന്നു? ഈ വീഡിയോയുടെ ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്നിട്ട, ചരിത്രം അധികം ചർച്ച ചെയ്യാത്ത ആ രഹസ്യ നീക്കത്തെക്കുറിച്ചും ജർമ്മനി എന്ന രാജ്യത്തെ മുഴുവൻ പ്രതികാരദാഹികളാക്കി മാറ്റിയ ആ മനഃശാസ്ത്രപരമായ തന്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് 1919 തിരിഞ്ഞു നോക്കാം. പാരീസ് സമാധാന സമ്മേളനം. തോറ്റ രാജ്യങ്ങളെ ഒപ്പം വരുത്താതെ ജയിച്ച വൻ ശക്തികൾ മാത്രം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇനി ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കാത്ത ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മ, അതായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. പക്ഷെ ഫ്രാൻസിനും ബ്രിട്ടനും വേണ്ടി വന്നത് സമാധാനം മാത്രമല്ലായിരുന്നു, മറിച്ച് പ്രതികാരമായിരുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിന് തങ്ങളുടെ മണ്ണിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ജർമ്മനിയെ സാമ്പത്തികമായും സൈനികമായും തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് ട്രീറ്റി ഓഫ് വേഴ്സായി അല്ലെങ്കിൽ വേഴ്സായി ഉടമ്പടി ജന്മമെടുക്കുന്നത്. ഈ ഉടമ്പടിയിൽ ഒരു പ്രത്യേക വകുപ്പുണ്ടായിരുന്നു, അനുച്ഛേദം 231 അഥവാ വാർ ഗിൽറ്റ് ക്ലോസ്. ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായ മുഴുവൻ നഷ്ടങ്ങൾക്കും ഉത്തരവാദി ജർമ്മനി മാത്രമാണെന്ന് അവർ നിർബന്ധപൂർവം പറഞ്ഞ് ജർമ്മനിയെ കൊണ്ട് ഒപ്പിടുവിച്ചു. ഇതനുസരിച്ച് ജർമ്മനിക്ക് തങ്ങളുടെ ഭൂപ്രദേശത്തിന്റെ 13% നഷ്ടപ്പെട്ടു. സൈന്യത്തിന്റെ വലിപ്പം കേവലം 1,00,000 വെട്ടിച്ചുരുക്കി. അതിനേക്കാളൊക്കെ ഉപരി ഇന്നത്തെ കണക്കനുസരിച്ച് കോടിക്കണക്കിന് ഡോളറിന് തുല്യമായ തുക യുദ്ധപരിഹാരമായി അടയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ജർമ്മൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സാമ്പത്തിക ശിക്ഷയായിരുന്നില്ല, മറിച്ച് അതൊരു വലിയ അപമാനമായിരുന്നു. ഈ അപമാനവും സാമ്പത്തിക തകർച്ചയുമാണ് അന്ന് മുക്കവലകളെ പ്രസംഗിച്ചു നടന്ന അധികമാരും ശ്രദ്ധിക്കാതിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിന് ഇന്ധനമായി മാറിയത്. വുഡ്രോ വിൽസൺ ലോക സമാധാനത്തിനായി ഒരു വലിയ സ്വപ്നം കണ്ടു, ലീഗ് ഓഫ് നേഷൻസ്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, സ്വന്തം നാട്ടിൽ ആ ആശയം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അമേരിക്കൻ സെനറ്റ് ഈ കരാറിനെ എതിർത്തു. അതോടെ ലോകത്തിലെ ഏറ്റവും വലിയ പുതിയ വൻശക്തിയായ അമേരിക്ക തന്നെ ഈ സമാധാന കൂട്ടായ്മയിൽ നിന്ന് പുറത്തു നിന്നു. സ്വന്തമായി ഒരു സൈന്യമോ കൃത്യമായ അധികാരമോ ഇല്ലാത്ത ഒരു കൂട്ടം നിസ്സഹായരായ രാജ്യങ്ങളുടെ സംഘടനയായി ലീഗ് ഓഫ് നേഷൻസ് മാറി. ഭാവിയിൽ ഏതെങ്കിലും ഒരു വൻശക്തി ആക്രമണത്തിന് മുതിർന്നാൽ അവരെ തടയാൻ ആർക്കും ശക്തിയില്ലാത്ത അവസ്ഥ. ഈ നിർവീര്യമായ അന്താരാഷ്ട്ര അന്തരീക്ഷമാണ് വരാനിരുന്ന സ്വച്ഛാധിപതികൾക്ക് വീണ്ടും ധൈര്യം നൽകിയത്. മറുവശത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചവരുടെ കൂട്ടത്തിലായിരുന്നിട്ടും ഇറ്റലിയുടെ അവസ്ഥ ദാരുണമായിരുന്നു. കടക്കണി, പണപ്പെരുപ്പം, ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിലില്ലായ്മ. ഇറ്റലി ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോവുകയാണോ എന്ന് ധനികരും സാധാരണക്കാരും ഒരുപോലെ ഭയന്നു. ഈ ഭയത്തെയാണ് മുൻ സോഷ്യലിസ്റ്റ് നേതാവ് ബെനിറ്റോ മുസോളിനി മുതലെടുത്തത്. ബ്ലാക്ക് ഷർട്ട്സ് എന്ന സ്വന്തം കേഡർമാരെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകളെയും രാഷ്ട്രീയ എതിരാളികളെയും തെരുവിൽ ക്രൂരമായി അടിച്ചമർത്തിയ മുസോളിനി രാജ്യത്തിന്റെ ഒരേ ഒരു രക്ഷകൻ ഞങ്ങളാണ് എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തു. 1922 മാർച്ച് ഓൺ റോം എന്ന ശക്തി പ്രകടനത്തിലൂടെ അദ്ദേഹം അധികാരത്തിലെത്തി. ലോകത്തിലെ ആദ്യത്തെ ഫാസിസ്റ്റ് സ്വച്ഛാധിപത്യത്തിന് അങ്ങനെ തുടക്കമായി. ജനാധിപത്യത്തെ തകർത്ത് അധികാരം പിടിച്ചെടുക്കാൻ ആക്രമണത്തിന് കഴിയുമെന്ന് മുസോളിനി ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതേസമയം ജർമ്മനിയിൽ അവസ്ഥ ഇതിലും ദാരുണമായിരുന്നു. യുദ്ധ നഷ്ടപരിഹാരം അടയ്ക്കാൻ ജർമ്മനി സർക്കാർ പരിധിയില്ലാതെ കറൻസി നോട്ടുകൾ അടിച്ചിറക്കി. അതിന്റെ ഫലമാണ് 1923 ഭയാനകമായ ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഒരു കഷ്ണം അപ്പം വാങ്ങാൻ പോലും കോടിക്കണക്കിന് ജർമ്മൻ കറൻസി തള്ളുവണ്ടിയിൽ കൊണ്ടുപോകേണ്ടി വന്ന കാലം. ജനങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് പൂജ്യമായി മാറി. ഈ അരാജകത്വം മുതലാക്കി 1923 ഹിറ്റ്ലർ ബവേറിയയിൽ അധികാരം പിടിച്ചെടുക്കാൻ ഒരു പരാജയപ്പെട്ട അട്ടിമറി ശ്രമം നടത്തി. അതാണ് ബിയർ ഹാൾ പുഷ്. ഹിറ്റ്ലർ ജയിലിലായി. പക്ഷേ ജയിൽവാസത്തിനിടയിൽ ഹിറ്റ്ലർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തോക്ക് ചൂണ്ടി ഭരണം പിടിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പം ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വഴികളിലൂടെ നടന്ന് അതിനെ ഉള്ളിൽ നിന്ന് തകർക്കുകയാണ് ഏറ്റവും എളുപ്പമെന്ന്. ജയിലിൽ വെച്ച് തന്റെ ആശയങ്ങൾ അടങ്ങിയ മെയിൻ കാംഫ് എന്ന പുസ്തകം എഴുതി. തനിക്കായുള്ള ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രം
ഹിറ്റ്ലർ മെനഞ്ഞെടുക്കുകയായിരുന്നു. 1920കളുടെ അവസാനത്തോടെ ജർമ്മൻ സമ്പദ് വ്യവസ്ഥ സാവധാനം കരകയറാൻ തുടങ്ങിയതായിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള വായ്പകളായിരുന്നു അതിന് പ്രധാന താങ്ങായിരുന്നത്. പക്ഷേ 1929 ഒക്ടോബറിൽ അപ്രതീക്ഷിതമായി ആഗോള ദുരന്തം സംഭവിച്ചു. ദി ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ മഹാമാന്ദ്യം. അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞതോടെ അവർ ജർമ്മനിക്ക് നൽകിയിരുന്ന കടങ്ങൾ പെട്ടെന്ന് തിരിച്ചു ചോദിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് ജർമ്മൻ വ്യവസായങ്ങൾ കൂപ്പുകുത്തി. ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് തള്ളപ്പെട്ടു. വീണ്ടും ദാരിദ്ര്യവും നിരാശയും ജർമ്മനിയെ മൂടി. അന്ന് അധികാരത്തിലിരുന്ന വീമർ ജനാധിപത്യ ഭരണകൂടത്തിന് ഈ പ്രതിസന്ധിക്ക് മുന്നിൽ യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. ഈ ജനകീയ രോഷത്തെയും സാമ്പത്തിക തകർച്ചയുമാണ് ഹിറ്റ്ലർ തന്റെ ഏറ്റവും വലിയ അവസരമാക്കിയത്. ജനങ്ങളുടെ ഭയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ നാസി പാർട്ടി പ്രചാരണ തന്ത്രങ്ങൾ മെനഞ്ഞു. ജർമ്മനിയുടെ എല്ലാ ദാരിദ്ര്യാവസ്ഥയ്ക്കും കാരണം നിലവിലുള്ള ജനാധിപത്യ സർക്കാരും വേഴ്സായി കരാറും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് ഹിറ്റ്ലർ ഉറക്കെ പ്രസംഗിച്ചു. തനിക്ക് അധികാരം നൽകിയാൽ ജർമ്മനിയെ വീണ്ടും വൻ ശക്തിയാക്കുമെന്നും എല്ലാവർക്കും ജോലി നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ജർമ്മൻ ജനതയുടെ മനസ്സിൽ താൻ മാത്രമാണ് ഒരേ ഒരു രക്ഷകനെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഹിറ്റ്ലർക്ക് കഴിയും. വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. 1928 കേവലം 2% വോട്ട് മാത്രം ഉണ്ടായിരുന്ന നാസി പാർട്ടി 1932 ആയപ്പോഴേക്കും ജർമ്മനിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. 1933 ജനുവരി 30 പ്രസിഡന്റ് പൗൾ ഫോൺ ഹിൻസൻബർഗ് ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറായി നിയമിച്ചു. അധികാരം കയ്യിലെത്തിയതോടെ ഹിറ്റ്ലർ തന്റെ യഥാർത്ഥ പ്ലാൻ നടപ്പിലാക്കി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ജർമ്മൻ പാർലമെന്റ് മന്ദിരമായ റൈഖ്സ്ടാഗ് ദുരൂഹ സാഹചര്യത്തിൽ കത്തിയമർന്നു. ഇതിന്റെ പഴി കമ്മ്യൂണിസ്റ്റുകാരുടെ മേൽ ചുമത്തിക്കൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പത്രസ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു. രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ജയിലിലടച്ചു. മാസങ്ങൾക്കുള്ളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം നിരോധിച്ചു. അങ്ങനെ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരാൾ അതേ ജനാധിപത്യത്തെ വേരോടെ പിഴുതെറിഞ്ഞ് ജർമ്മനിയെ ഒരു പൂർണ്ണ സ്വച്ഛാധിപത്യ രാജ്യമാക്കി മാറ്റി. അധികാരം ഉറപ്പിച്ചതോടെ സ്വച്ഛാധിപതികൾ തങ്ങളുടെ അതിർത്തികൾ വ്യാപിപ്പിക്കാൻ തുടങ്ങി. 1931 ജപ്പാൻ ചൈനയിലെ മഞ്ചൂറിയ ആക്രമിച്ചു. 1935 ഇറ്റലി എത്യോപ്യയെ കീഴടക്കി. ലീഗ് ഓഫ് നേഷൻസ് ഇതൊക്കെ നോക്കി നിന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഇത് കണ്ട ഹിറ്റ്ലർ കൂടുതൽ അപകടകരമായ നീക്കങ്ങൾ നടത്തി. വേഴ്സായി കരാർ കാറ്റിൽ പറത്തി ജർമ്മൻ സൈന്യത്തെ വീണ്ടും ആയുധമണിയിച്ചു. 1938 ഓസ്ട്രിയയെ ജർമ്മനിയോട് കൂട്ടിച്ചേർത്തു. തുടർന്ന് ചെക്കോസ്ലോവാക്കിയയിലെ സുഡറ്റൻലാൻഡ് പ്രദേശം ഹിറ്റ്ലർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും അത് ഹിറ്റ്ലർക്ക് വിട്ടുകൊടുത്തു. പോളിസി ഓഫ് അപ്പേസ്മെന്റ് എന്നറിയപ്പെട്ട ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിസ്സംഗത ഹിറ്റ്ലറുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആ മഹാതന്ത്രം എന്തായിരുന്നു? പരസ്പരം കടുത്ത ശത്രുക്കളായിരുന്ന ഹിറ്റ്ലറും സോവിയറ്റ് യൂണിയൻ നേതാവായ ജോസഫ് സ്റ്റാലിനും 1939 ഓഗസ്റ്റിൽ ഒരൊറ്റ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവർ ഒപ്പുവെച്ചതാണ് മൊളോട്ടോവ് റിബൻട്രോപ്പ് കരാർ. പുറമേ നോക്കിയാൽ ഇതൊരു ആക്രമരഹിത കരാറായിരുന്നുവെങ്കിലും ഇതിനുള്ളിൽ ഒരു രഹസ്യ വകുപ്പുണ്ടായിരുന്നു. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ചേർന്ന് പോളണ്ടിനെ പങ്കുവെച്ചെടുക്കുക. രണ്ടു വശത്തു നിന്നും ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കിയതോടെ ജർമ്മനിക്ക് രണ്ടു മുന്നണികളിൽ ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരില്ലെന്ന് ഹിറ്റ്ലർ ഉറപ്പിച്ചു. പോളണ്ടിനെ ആക്രമിക്കാൻ ഹിറ്റ്ലർക്ക് ലഭിച്ച പച്ചക്കൊടിയായിരുന്നു ആ രഹസ്യ കരാർ. 1939 സെപ്റ്റംബർ 1 പുലർച്ചെ ജർമ്മൻ സൈന്യം പോളണ്ടിലേക്ക് ഇരച്ചു കയറി. ഇത്തവണ ബ്രിട്ടനും ഫ്രാൻസിനും മിണ്ടാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. സെപ്റ്റംബർ 3 അവർ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 5 കോടിയിലധികം മനുഷ്യരുടെ ജീവനെടുത്ത രണ്ടാം ലോക മഹായുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കമായി. നോക്കൂ, രണ്ടാം ലോക മഹായുദ്ധം എന്നത് ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായ ഒന്നല്ല. നീതിയില്ലാത്ത സമാധാന കരാറുകളും തകർന്നു വീണ സാമ്പത്തിക രംഗവും അന്താരാഷ്ട്ര കൂട്ടായ്മകളുടെ ബലഹീനതയും ഏറ്റവും ഒടുവിൽ സ്വച്ഛാധിപതികളെ അന്ധമായി പ്രീണിപ്പിച്ചതുകൊണ്ടാണ് ലോകത്തെ ആ മഹാദുരന്തത്തിലേക്ക് തള്ളിവിട്ടത്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മഹാദുരന്തം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.